ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. തുഷാരം ബ്ലോഗ്സ് ഇപ്പോൾ ഉള്ളത് ഉള്ളിയേരിക്കടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ക്ഷീര കർഷകനായ വിജീഷ് ഉണ്ട്. വിജീഷ്, നമസ്കാരം. നമസ്കാരം. ഇത് നമ്മുടെ വിജീഷാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ഷീര കർഷകൻ. അപ്പം വിജീഷിനോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പൊ വിജീഷ്, എത്ര പശുക്കളുണ്ട്? ഇവിടെ ഇപ്പൊ 4 പശു, ഒരു കുട്ടനുണ്ട്, പിന്നെ അതിന്റെ 2 കുട്ടികളും. 4 പശു, ഓക്കെ അല്ലേ? 2 കുട്ടികള്, ഒരു കുട്ടൻ. വികൃതി കളിക്കുന്നുണ്ടല്ലോ. ചെറിയ വികൃതികളൊക്കെ ഉണ്ട്. അല്ല, ഒത്തിരി ആയോ ഈ പശു വളർത്തലിലേക്ക് വന്നിട്ട്? ചെറുപ്പം മുതലേ വീട്ടിൽ പശു ഉണ്ട്. ഇപ്പൊ ഞാനും വൈഫും കൂടി തുടങ്ങിയിട്ട് ഇപ്പൊ 2 വർഷത്തോളായി. ഇതിന് ഇതെല്ലാം ഉണ്ടോ? ഗവൺമെന്റ് സബ്സിഡികള്, കാര്യങ്ങള്? ഉണ്ട്. ഇത് ആലയൊക്കെ ഗവൺമെന്റ് തന്നതാ? ഗവൺമെന്റ് എല്ലാം തന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടി സെൻട്രൽ ഗവൺമെന്റ്. അത് ശരി. ഇത് ആലയുടെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണോ? വേണ്ട. നമ്മള് ഉണ്ടാക്കിയ ബില്ല് കൊടുത്താൽ മതി. ബില്ല് കൊടുത്താൽ ആ പൈസ നമുക്ക് കിട്ടും. എത്ര പശുക്കളുണ്ട്? എത്ര ലിറ്റർ പാല് കിട്ടും? ഇപ്പൊ എല്ലാം കറവുള്ളതാ? എല്ലാം കറവുള്ളതാന്ന് വെച്ചെങ്കിൽ പലതരം കറവയാണെന്നല്ലോ. അത് പലതരം കറവാന്ന് പറഞ്ഞാല് ഇളം കറവയുണ്ട്, വറ്റ് കറവയുണ്ട്. അതായത് ഈ ഒരു കുട്ടിയായതിന്റെ ശേഷം സമയത്തിന്റെ സമയത്തിനനുസരിച്ചുള്ള. ഓഹോ. ഒരു കുട്ടിയായി കഴിഞ്ഞാൽ എത്ര വർഷം വരെ നമുക്ക് കറക്കാൻ പറ്റും? 1 വർഷം. 1 വർഷമേ കറക്കാൻ പറ്റും. അത് അടുത്ത ഗർഭം പിടിക്കുന്ന കാലാവധിയും കൂടി. അത്ര വർഷം കറക്കാൻ പറ്റും. ഇപ്പം ഈ 5 പശുക്കൾക്കും കൂടെ എത്ര പാല് കിട്ടും? 4 പശുവിനും കൂടി 30 ലിറ്റർ പാൽ ഇവിടെ ഉണ്ട്. 4 പശു, 1 കൂട്ടനാണല്ലോ, 30 ലിറ്റർ. ഇത് സൊസൈറ്റി കൊടുക്കുകയാണോ ചെയ്യുക? സൊസൈറ്റി ഉണ്ട്, വീടുകളുണ്ട്. സൊസൈറ്റി കൊടുക്കുമ്പോ എത്ര രൂപ കിട്ടും? സൊസൈറ്റി ആകുമ്പോ 50 രൂപ, 45 രൂപ ഒരു ദിവസം. അതിന് കട്ടിക്കനുസരിച്ച്. അപ്പം വീട്ടിൽ കൊടുക്കുകയാണെങ്കിലോ? 75 രൂപ. അപ്പം പിന്നെന്താ സൊസൈറ്റി കൊടുക്കുന്നത്? നമ്മള് ഈ ചുറ്റുപാടുള്ള വീടുകളിൽ മാത്രം കൊടുക്കും. ബാക്കിയുള്ള സൊസൈറ്റി കൊടുക്കും. സൊസൈറ്റി കൊടുത്താൽ മറ്റു ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആനുകൂല്യങ്ങളുണ്ട്. അതായത് ഈ പെല്ലറ്റ് ഉണ്ട്. പിന്നെ വേറെ എന്ത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ പശുക്കൾക്ക്? ഇതിലൊക്കെ ഇൻഷുറൻസ്, മിൽമേന്റെ പകുതി പൈസ അവർ അടയ്ക്കുമെന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്. അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ചില സമയത്ത് സ്കീം വെച്ചിട്ട് അവർ കൊടുക്കുന്നു. ശരി. അല്ലാതെ ഇതിന്റെ ചെവിയിൽ ഒരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ, അത് ഇൻഷുർ ചെയ്യുന്ന, ടാഗ് ചെയ്യുന്ന. നമ്മൾ ഇൻഷുർ അടച്ചതാണ് ഇത് അല്ലേ? അപ്പൊ ഈ എല്ലാവർക്കും പേരുണ്ടോ? പേരുണ്ട്. ഇയാളെ പേരെന്താ? ഇയാളെ പേര് പഞ്ചമി. ഓ, നൈസ് പേരാണല്ലോ. ഇദ്ദേഹം എത്ര പ്രസവിച്ചിട്ടുണ്ട്? 11 പ്രസവിച്ചു. 11 പ്രസവിച്ചു. ഓഹോ. 2011 ഉണ്ടായ കുട്ടിയാ. ഇവിടെ തന്നെ ജനിച്ച് വളർന്ന കുട്ടിയാ. അപ്പൊ ഇതിന് 14 വയസ്സായി. 14 വയസ്സായി. ഒരു പശുവിന്റെ ആയുസ് എത്രയാണെന്ന് അറിയാവോ? ഇല്ല. ഓക്കെ. ഇവൻ ഇതിന്റെ 10ാമത്തെ കുട്ടിയാ. പഞ്ചമിയുടെ 10ാമത്തെ കുട്ടിയാണ് ഇവൻ. മുത്തൂട്ടൻ. അപ്പൊ ഇതാ അത് 11ാമത്തെ കുട്ടി. അപ്പൊ ഇതാണോ പെണ്ണോ? പെൺകുട്ടി. പൗർണമി. ഇവക്ക് പേരുണ്ടോ? പൗർണമി. പഞ്ചമി, പൗർണമി. അവർക്കൊക്കെ ഓരോ പേരുണ്ടാവും. എല്ലാവർക്കും പേരുണ്ട്. വെരി നൈസ്. ഓക്കെ. ആലയൊക്കെ നല്ല ക്ലീൻ ആണല്ലേ? ഇപ്പൊ എന്താ പുല്ല് കൊടുക്കാത്തത്? പുല്ലിപ്പോ വയലിൽ നിന്ന് കഴിച്ചോണ്ട്. വയലിൽ നിന്ന്. ഈ ഫ്രണ്ടില് വയല് കണ്ടു. അത് സ്വന്തം വയലാണോ? കുറച്ചുണ്ട്, സ്വന്തമുണ്ട്. അപ്പൊ അവിടെ നെല്ലുണ്ടാക്കും? നെല്ലുള്ളുണ്ട്. ആ നെല്ലുണ്ടാക്കിണ്ട് അതിന്റെ പുല്ല് നമുക്ക് എടുക്കും. അല്ലെങ്കിൽ പുല്ല് പൈസ കൊടുത്ത് വാങ്ങിക്കോ? അല്ല, അപ്പൊ സാധാ പുല്ലുണ്ടാവുമല്ലോ, വയലിലുണ്ടാകുന്ന പുല്ലുകൾ. അതല്ല, വേനൽക്കാലത്ത് അത് ഉണ്ടാവില്ലല്ലോ വയലിൽ. ഇവിടെ ഏത് സമയം പച്ചപ്പുല്ലുണ്ടാവും. ഇവിടെ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഏത് സമയം പച്ചപ്പുല്ലുണ്ടാവും. പിന്നെ അങ്ങനെ ഇപ്പം കോഴി ഉണ്ടല്ലേ? കോഴി കുറഞ്ഞ കോഴി ഒരു 10-50 ഒക്കെ ഉണ്ടോ? ഇല്ലല്ല, 10 കോഴിയോളം. അത് മുട്ട വിൽക്കുകയാണോ? അല്ലല്ല, വീട്ടാവശ്യത്തിന് മാത്രം. ആടിനെന്താ പറ്റ ഒഴിവാക്കിയത്? ആട് ഒഴിവാക്കി പോയി. രണ്ടാമത് തിരിച്ചു വരുമോ? തിരിച്ചു വരണം. അപ്പൊ വൈഫാണ് ഇതിനൊക്കെ പുറകിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത്? അതെ. അത് ഭയങ്കര മാത്രല്ല, വീട്ടുകാരെല്ലാരും, അച്ഛനും അമ്മ, മക്കള്. മോൻ പശുവിനെ കഴിച്ചോണ്ടിരുന്ന കണ്ട്, കുട്ടിയെ കഴിച്ചോണ്ടിരുന്നത്. സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കളിക്കാനൊന്നും പോയില്ല? ഇല്ലല്ല, അവന്റെ കുട്ടനാണ് ഇവൻ മുത്തൂട്ടൻ. മുത്തൂട്ടൻ എന്താ എത്ര വയസ്സായി? ഇപ്പൊ 1.25 വയസ്സ്. ഒരു പശു പ്രസവിക്കുന്ന കാലാവധി എത്രയാ? മീൻസ് ഗർഭകാലം 272 മുതൽ 300 വരെ പോകും. അതായത് ഏകദേശം 10 മാസം. അതെ, മനുഷ്യനെ പോലെ തന്നെ. ഓ, അങ്ങനെയാണല്ലേ? അപ്പൊ ഇതെല്ലാം ഈ നാടനല്ലല്ലോ? അല്ലല്ല, ഒക്കെ വെവ്വേറെ ഇന. ഇത് ഏത് ഇനാന്ന് പറയാവോ? അതൊരു ജെർസി HF ക്രോസ് ആണ്. മറ്റേതൊക്കെ ഒക്കെ അതെ. ഇവള് വേറെയാ? ഇവളൊരു നാടൻ കർണാടക പശുവിന്റെ ഒരു കുട്ടിയാ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു 2, 3, 4 പ്രസവം കഴിയുമ്പോഴേക്കും പശു വയസ്സായി എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കില്ലേ കർഷകര്? മറ്റു രീതിയിൽ അതിന് ഒഴിവാക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് 14 വയസ്സായി, 10 പ്രസവിച്ചു, 11 പ്രസവിച്ചു. ഇപ്പം ഗർഭിണിയാണോ? ഇപ്പം ഗർഭിണിയാ, കുത്തി വെച്ചിട്ടുണ്ട്. ശരി. പിടിച്ചിട്ടുണ്ടാവോ? അതെങ്ങനെ അറിയാ? പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 21 ദിവസം കഴിയുമ്പോ മതി കാണിക്കും വീണ്ടും.
ആ പിടിച്ചിട്ടില്ലെങ്കിൽ പിടിച്ചില്ലേ കാണിക്കും. അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോ ഡോക്ടറെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം. അപ്പൊ വിജീഷിന് ഇതല്ലാതെ മറ്റു ജോലിക്ക് എന്തെങ്കിലും പോകുന്നു? ഞാൻ തേപ്പിന്റെ പണിയുണ്ട്. അതായത് ചെത്തിത്തേപ്പ്, നമ്മുടെ പ്ലാസ്റ്ററിങ്. അത് രാവിലെ എത്ര മണിക്ക് പോകണം? 7 മണിയാകുമ്പോ പോകും. 7 മണിയാകുമ്പോ പോകും. അപ്പം വൈകുന്നേരം എത്ര 3 മണി വരെയോ? 3 മണി വരെ, ചിലപ്പോ 4 മണിയാവും. അപ്പൊ ഇതിനൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ? ചാണകം വാരണം, ഇതിനെ കുളിപ്പിക്കണം, കഴുകണം, ഒരുപാട് പുല്ല്, ഇതൊക്കെ എപ്പോഴാ സമയം കിട്ടുക? ഒരു 4:30 മണിക്ക് എണീക്കും വെളുപ്പിന്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി, ബിജീഷും വൈഫും കൂടി ചെയ്യും. എന്നിട്ട് ചാണകം വാരി കുളിപ്പിച്ച്. ഒന്നാമത് എനിക്ക് ഇതിന്റെ അത് സന്തോഷം തോന്നി, ഇവർ രണ്ടാളും ചെറുപ്പക്കാരാ. വൈഫിന് എത്ര വയസ്സുണ്ട്? 31 വയസ്സുള്ള ഒരു കുട്ടിയാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ വൈഫ്. വിജീഷിന് എത്ര വയസ്സായി? 38. വൈഫ് എത്ര വരെ പഠിച്ചിട്ടുണ്ട്? +2 പഠിച്ച ഒരു കുട്ടിയാണ് 30 വയസ്സുള്ള. 31 വയസ്സ്. അപ്പൊ ഇത് ചെയ്യുന്ന ഇവരെ സത്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് തൊഴണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വൈറ്റ് കോളർ ആഗ്രഹിക്കുമ്പോൾ ഇവര് ഈ ഒരു കൃഷിയിലേക്ക്, അതിന് ഒരുപാട് അഭിവൃദ്ധിയില്ല അല്ലേ? ഈ വീടൊക്കെ എങ്ങനെ, ഇതിന്റെ കുറെ സഹായം ഉണ്ടോ ഇതിന്റെ? എന്തായാലും ഇത് നമ്മളെ കയ്യിൽ എപ്പോഴായാലും കാശുണ്ടാവും. വളരെ നല്ല, എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒന്നാമത് നിങ്ങളുടെ ഈ വീട്ടിലെ അന്തരീക്ഷം, അച്ഛൻ, അമ്മ, മക്കള്, വൈഫ് എല്ലാം കൂടെ സഹകരിച്ച് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു, ആര് വന്നത് കണ്ടാലും വളരെ ഒരു സന്തോഷം നൽകുന്ന കാര്യമല്ലേ അല്ലേ? തീർച്ചയായിട്ടും. വൈഫിന്റെ പേരെന്താ പറഞ്ഞേ? ചിത്ര. വീട് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണോ? തോളിപ്പറമ്പത്ത്. അടുത്തല്ലേ? അടുത്ത 13 കിലോമീറ്റർ ഉള്ളു. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നാൽ അന്നപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ പോയി നിക്കൽ ഇപ്പൊ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ കുറവാണ്. പോയിട്ട് വരും, ബൈക്ക് എടുത്ത് വരും. രാത്രി ആയാലും രാവിലെ പോരും, രാത്രി തന്നെ. മറ്റേ അച്ഛൻ ഇപ്പം വയ്യാതായി. അച്ഛൻ പണ്ട് കർഷകനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ? അച്ഛൻ കർഷകനായിരുന്നു. ഓഹോ, ഇപ്പൊ എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു? കാലിന്റെ സർജറി കഴിഞ്ഞു. ഇപ്പം പുള്ളിക്ക് വയ്യ. ഇല്ല. പിന്നെ അമ്മയും എല്ലാം കൂടെ സഹായിക്കും? അമ്മ ഉണ്ടാവും. അച്ഛൻ രാവിലെ പാല് കൊണ്ടുപോകാൻ സഹായിക്കും. ഓഹോ, പാല് സൊസൈറ്റിയിൽ അല്ല, വീടുകളിൽ കൊണ്ടു കൊടുക്കും. വിജീഷിന് എത്ര കുട്ടികളാ? എനിക്ക് 2 കുട്ടികൾ. ഒരാണും ഒരു പെണ്ണും. മക്കൾ രണ്ടും പഠിക്കുകയാണോ? പഠിക്കുകയാണ്. മോള് എത്രയിലാ? മോള് 4ാം ക്ലാസ്സിൽ, കാഞ്ഞിക്കാവ് LP സ്കൂള്. പിന്നെ മോനും അവിടെ തന്നെ. മോളിൽ എങ്ങനെ ഈ ഡാൻസും പാട്ടും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ട്. അവള് മറ്റേ സബ് ജില്ലയില് 3 തവണയായിട്ട് സെക്കൻഡ് A ഗ്രേഡ് നേടിയ കുട്ടിയാ. ശരി. സബ് ജില്ലയില് ഏത് നാടോടി നൃത്തം? അല്ല, ഭരതനാട്യം. ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താന്ന് കറക്റ്റ് അറിയില്ല. ഇത് കൃഷിഭവൻ ഞങ്ങൾക്ക് കിട്ടിയതാണ്. എന്താ ഇതിന്റെ ഉപയോഗം? ഇത് അച്ചാറിടാ, നമുക്ക് ജ്യൂസ് അടിക്കുക. മധുരാണോ സംഗതി? നല്ല പുളി കഴിക്കും. തീരെ കൂരും ഉണ്ടാവൂല. പിന്നെ ജ്യൂസ് അടിക്കുക എങ്ങനെയാ? തോല് പൊക്കി. അല്ല, പുളിയായിരിക്കൂലേ ജ്യൂസിന്? അല്ല, മധുരിടണം. പഞ്ചസാര ഇട്ടിട്ട്? നമ്മളെ ചെറുനാരങ്ങന്റെ വലിയ ഒരു. ഓക്കെ. എന്തായാലും വിജീഷ, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെ കാര്യം കേട്ടാലും ഒരുപാട് സന്തോഷം. ഓക്കെ.